ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഡെയിലി വെയർ സാരികൾ വേണ്ടേ? ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന സാരികളാണ്. നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അതുപോലെ സോഫ്റ്റാണ്, വെയ്റ്റ്ലെസ് ആണ്, പെട്ടെന്ന് വെയർ ചെയ്യാം. രണ്ട് ടൈപ്പാണ് ഇതിൽ കാണിക്കുന്നത്. രണ്ട് മെറ്റീരിയലെല്ലാം സെയിം തന്നെ, ഡിസൈനിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് ബോർഡറാണ്, എംബ്രോയ്ഡറി വർക്കാണ്, കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ല് പോർഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ടാസൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. നമുക്കത് ഓരോന്നായിട്ടൊന്ന് കാണാം. ചിക്കു ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഞാൻ 1 ലെയർ ആയിട്ടാണ് കേട്ടോ ഈ സാരി ഇട്ടിരിക്കുന്നത്. സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരിക. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ്. ഡസൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ ഈ ഭാഗം വരെ വരുന്നുണ്ട്. ബാക്കിയുള്ള ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് വരിക. പിന്നെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1079 ട്രാൻസ്പെറൻ്റ് അല്ല, അതുപോലെ അങ്ങനെ ചുളുങ്ങുന്ന ടൈപ്പൊന്നുമല്ല. നമുക്ക് അത്യാവശ്യം വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു സാരി കേട്ടോ. ഇനി ഇതിൻ്റെ കളേഴ്സ്, ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്, കോൺട്രാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നു. ബാക്കിയെല്ലാം സെയിം തന്നെ, അതുകൊണ്ടാട്ടോ ഞാനിത് വിടർത്താത്തത്. ഇത് ഒരു ബ്ലൂ, സ്കൈ ബ്ലൂ അല്ല, ഒരു ഗ്രീനിഷ് ബ്ലൂ ആയിട്ട് വരും. ഇതൊക്കെ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളറിലാണ് വരുന്നത്. ഞാൻ വേറെ ഇരിക്കുന്ന സെയിം സാരി തന്നെയാട്ടോ ഇത്. എല്ലാം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഈ ഇതിൽ വരുന്നത്. അത് തന്നെ ഈ സാരിയെ കൂടുതൽ ഭംഗിയാക്കുന്നു. പിന്നെ പേസ്റ്റൽ ഷെയ്ഡ്സും ആണല്ലോ. ഇത് പീച്ചിൻ്റെ ഒരു ഷെയ്ഡായിട്ട് വരും. ഇതിലും കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയാണ് ഡിസൈൻ വരിക. അപ്പോൾ ഞാൻ മറ്റു ഡിസൈൻ കാണിക്കാം കേട്ടോ. പിങ്കിൻ്റെ ഒരു ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് 1109 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഡസൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പല്ലു പോർഷനാണ്. ലോവർ പോർഷനിൽ ഈ ഡിസൈനാണ് വരിക. സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് ചെറിയ എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇത് ഫുള്ള് വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്, നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് ഈ സാരിയുടെ പ്രത്യേകതകൾ. പിന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്, ഒരു പീച്ച് ഷെയ്ഡ്, ഡിസൈൻ എല്ലാം സെയിം, ഒരു മാറ്റവും ഇല്ല. കളറിൽ മാത്രമാണ് മാറ്റം. ഇതുപോലെ തന്നെ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്കുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. വൈറ്റ് എംബ്രോയ്ഡറി വർക്കാട്ടോ എല്ലാ സാരിയിലും. 1109 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഒരു ഗ്രീനിഷ് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതൊരു ചിക്കു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു സാൻഡൽ ഷെയ്ഡ്. ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. 1109 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.